ഇന്നത്തെ തിരുവചന ചിന്തകൾക്കായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം, അതുകൊണ്ട് ബൈബിളിന് അധികം മുമ്പോട്ട് പോകേണ്ട, 1-ാമത്തെ താള് തന്നെ തുറക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ വചനം 1ഉം 2ഉമായിട്ടുള്ള ആ തിരുവചനം നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യമാണ്. അത് നമുക്ക് ഒരുമിച്ച് കഴിയുമെങ്കിൽ വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതെ, നമ്മൾ സാധാരണ കേട്ട് വായിച്ചു പോകുന്ന ഒരു തിരുവചനമാണ്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ആദ്യം മോശയാൽ എഴുതപ്പെട്ട ഈ ഉൽപ്പത്തി പുസ്തകം എന്ന് നമ്മൾ വേദപണ്ഡിതന്മാർ അറിയുമ്പോൾ മോശ തന്നെ ദൈവത്തിലൂടെ ലഭിച്ച ഈ ദൈവിക ജ്ഞാനം, ദൈവികമായിട്ടുള്ള സത്യം നമുക്ക് തരുവാൻ തക്കവണ്ണം മോശയുടെ കഥാ ദൈവം പ്രവർത്തിച്ചു. അവിടെ 1ഉം 2ഉം വാക്യങ്ങൾ ഇന്ന് പലരും പെട്ടെന്ന് വായിച്ചു പോകുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഈ 1ഉം 2ഉം വാക്യത്തിൻ്റെ മധ്യേ യുഗങ്ങളുടെ വ്യത്യാസമുണ്ട് എന്ന് പറയപ്പെടുന്നു. സ്തോത്രം. അത് എന്തുമാകട്ടെ, നമ്മുടെ വിഷയമല്ല. എങ്കിലും ഈ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വളരെ പ്രത്യാശയോടെ ദൈവമക്കൾ ദൈവവചനം തുറന്നു വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വർണ്ണിച്ചാൽ, സ്തോത്രം, ഈ ആയുസ് പോരാ. എത്ര ആയുസ്സുകൾ വേണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. പക്ഷെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ദൈവം അടുത്ത വാക്യത്തിൽ പറയുന്നു, ഭൂമി ശൂന്യവും പാഴായും ശൂന്യമായും ഇരുന്നു. അപ്പോൾ സൃഷ്ടിച്ച ഭൂമി പാഴായും ശൂന്യമായും തീരുന്നു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഒരു പ്രവൃത്തി നടന്നതിന് ശേഷം അത് വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോൾ ഒരു അത്ഭുതത്തോടെ നമ്മൾ വായിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഭൂമി പാഴായും ശൂന്യമായിരുന്നു. സൃഷ്ടിച്ചു, പക്ഷേ പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. അതെ, അത് മാത്രമല്ല, ഇരുട്ടായിപ്പോയി. അപ്പോൾ ഇന്ന് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നു, ആ സൃഷ്ടിക്കപ്പെട്ട ആ ഒരു മനോഹരമായ, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു സൃഷ്ടിയെ ശൂന്യവും പാഴുമായി തീരുവാൻ തക്കവണ്ണം ഇടയായി. അതിനിടയിൽ ഈ ഭൂമി, നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് മുമ്പ് ഒരു ഭൂമി ഉണ്ടായതായി ആണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട, ഗ്യാപ് തിയറി എന്നാണ് പറയുന്നത്. അതെന്തുമാകട്ടെ, പക്ഷേ ഈ സമയത്ത് ലൂസിഫർ അന്ന് സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ ഉണ്ടായിരുന്നു. ലൂസിഫർ വീണതിന് ശേഷം, പൈശാചിക മണ്ഡലമായി തീർന്നതിന് ശേഷം ശേഷമാണ് ഈ ഭൂമി, അന്നുണ്ടായിരുന്ന ആ ഭൂമി പഴശൂന്യമായി തീർന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ വീണ്ടും ഒരു സൃഷ്ടിപ്പാണ് ഇന്ന് നമ്മളായിരിക്കുന്ന ഭൂമി എന്നാണ് തിരുവചനത്തിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ഭൂമിയിൽ ഉണ്ടായിരുന്നൊരവസ്ഥയെ ദൈവം മാറ്റിക്കളഞ്ഞു. ദൈവം മാറ്റിയെന്ന് മാത്രമല്ല, ദൈവം ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരികയാണ്. അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പാഴായിരിക്കുന്ന അനുഭവം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ പലതും പാഴായിപ്പോയി, എൻ്റെ സമയങ്ങൾ പാഴായിപ്പോയി. ഒരുപക്ഷെ ശൂന്യതയുടെ അനുഭവത്തിലായിരിക്കാം നമ്മൾ. ആരും ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൻ്റെ അനുഭവത്തിലായിരിക്കാം നമ്മൾ. പക്ഷെ തിരുവചനം പറയുന്നു, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവസ്ഥ മാറാൻ തുടങ്ങി. അവിടെ ശൂന്യമായിരുന്ന, ഒന്നുമില്ലാതിരുന്ന, എല്ലാം തീർന്നുവെന്ന് ചിന്തിച്ച, പാഴായി എന്ന് ചിന്തിച്ചിരുന്ന ഒരു തലത്തിൽ നിന്നും അതിനെ ഏറ്റവും ഭംഗിയേറിയതും ശ്രേഷ്ഠവുമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്
ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ശൂന്യമായിരിക്കുന്ന ആഴത്തിന്റെ മീതെ, അല്ലെങ്കിൽ ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. The Holy Spirit was hovering over the waters. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പാഴായിരിക്കുന്ന അനുഭവങ്ങൾ, ശൂന്യത അനുഭവങ്ങൾ, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന തലങ്ങൾ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും പലരുടെയും ജീവിതത്തിൽ വരാം. പക്ഷേ ശൂന്യത എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഇന്ന് എന്നെ മുമ്പോട്ട് നോക്കുമ്പോൾ ശൂന്യതയാണ്, സ്തോത്രം. പക്ഷെ ചില വസ്തുക്കളെ കാണുന്നുണ്ടെങ്കിലും അതിന് ചുറ്റൊരു ശൂന്യതയാണ്. പക്ഷെ ഈ ശൂന്യതയ്ക്കുള്ളിൽ നിന്നും ചിലതിനെ സൃഷ്ടിച്ചെടുക്കുവാൻ, സ്തോത്രം, ഒരു മജീഷ്യന്മാർ ചിലപ്പോൾ കാണിക്കാറുണ്ട്. കൈ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ഒരു പ്രാവിനെയൊക്കെ പറപ്പിക്കുന്നത്, സ്തോത്രം, അത് ചെപ്പടി വിദ്യയാണ്. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയല്ല. ദൈവം സൃഷ്ടിച്ചാൽ ആമേൻ, അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും, അതെന്നേക്കും നിലനിൽക്കുന്നതുമായിരിക്കും. അപ്പൊ ശൂന്യമായിരിക്കുന്ന ചില പാത്രങ്ങൾക്കുള്ളിലേക്ക് വെള്ളം നിറയ്ക്കുവാൻ എലീശാ പ്രവാചകൻ പറയുമ്പോൾ, സ്തോത്രം, അതിനെ എണ്ണയാക്കി ദൈവം മാറ്റുന്നുണ്ട്. അതിനുശേഷം യേശുക്രിസ്തു കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ പറയുമ്പോൾ ശൂന്യമായിരിക്കുന്ന ഭരണികൾക്കുള്ളിൽ ആമേൻ അവിടെ ശൂന്യതയെ ദൈവം മാറ്റുകയാണ്. ഭവനത്തിന്റെ പത്രോസിന്റെ പടക് ശൂന്യമായിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പറയുന്നിടത്തേക്ക് നീ വലയിടുക, നിന്റെ വാക്കിന് ഞാൻ വലയിടാമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ആ ശൂന്യമായിരിക്കുന്ന പടകിനകത്ത് ആ സാഗര ജലത്തിന്റെ ഉള്ളിൽ നിന്നും ആമേൻ ആ വഞ്ചിയെ മുങ്ങുമാറാക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഉള്ളിൽ ആമേൻ ആഴങ്ങളിൽ നിന്നും മീനുകളോട് കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, സ്തോത്രം. അപ്പോൾ ഇന്ന് ഏത് ശൂന്യതയും നിറയ്ക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, സ്തോത്രം. ഇന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ ശൂന്യത പാഴായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഷേപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ ഒരു ചില്ലുപാത്രം താഴേക്ക് വീഴുമ്പോൾ ഉടഞ്ഞു പോകുന്ന പോലെ ജീവിതങ്ങളായി തീർന്നവരുണ്ടെങ്കിൽ, ആ ചില്ലുപാത്രങ്ങളുടെ അതിൻ്റെ കഷ്ണങ്ങളെ കൂട്ടിച്ചേർത്ത് വീണ്ടും പണിയുവാൻ സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിനെ വീണ്ടും പണിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ ഇന്നും ദൈവം പണിയുന്നുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടിയ അനവധി പേരുടെ ജീവിതത്തിൽ അതിനെ വീണ്ടും പണിതെടുത്ത ഒരു യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത്. അങ്ങനെയുള്ള അനവധി വ്യക്തി ജീവിതങ്ങൾ ആമേൻ ദൈവത്തെ കണ്ടുമുട്ടിയവർ, അവരാണ് ദൈവിക സാക്ഷികളായി ദൈവം മാറ്റിയത്, സ്തോത്രം. അപ്പോൾ ഇന്നും സൃഷ്ടിപ്പുകൾ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരു കുരുടനായ മനുഷ്യൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിറവിയിലെ കുരുടനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യോഹന്നാന്റെ ലേഖനം അതിന്റെ 9:1 തിരുവചനം പറയുന്നു, പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു യേശു കടന്നു പോകുമ്പോൾ. അപ്പോൾ യേശു വന്നിട്ട് അവന്റെ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, അതുകൊണ്ട് നീ അന്ധകാരത്തിൽ ഇരിക്കുകയാണ്, കണ്ണു കാണാൻ സാധിക്കാത്ത വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സമയമുള്ള വായിച്ചാൽ മതി. അവിടെ പറയും, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം. അതിനുശേഷം പറയുന്നു, അവൻ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന ശിലോഹവും കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ആ കണ്ണുകളിലേക്ക് യേശുക്രിസ്തു ചേറ് പുരട്ടുമ്പോൾ ചില നമുക്ക് പൊതുവായി പറയപ്പെടുന്നത്, ഈ വ്യക്തിക്ക് കണ്ണ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കൺമണി അല്ലെങ്കിൽ കൃഷ്ണമണി ഉണ്ടായിരുന്നില്ലായിരിക്കും. അതിന്റെ യഥാർത്ഥത്തിൽ അതിന് എന്തെങ്കിലും അതിൽ പ്രവർത്തന നിരതമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായതായി പറയപ്പെടുന്നില്ല. എന്നാൽ ചേറ് ആ കണ്ണിലേക്ക് പുരട്ടിയപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ കണ്ണുമായിട്ടാണ് ഇദ്ദേഹം വരുന്നത്, സ്തോത്രം. അപ്പോൾ ചില
ഇന്റേണൽ ഓർഗൻസിനെ ഔട്ട്സൈഡ് പുറത്തുള്ള അവയവങ്ങളെ വീണ്ടും ദൈവത്തിന് സൃഷ്ടിക്കാൻ ഇന്നും സാധിക്കുമെന്ന് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിശ്വാസം ഇന്ന് ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിന് മേൽ ആ ദൈവിക വിശ്വാസം കടന്നു വരട്ടെ. സ്തോത്രം. ഇന്ന് ആ ദൈവവചനം വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ആ ദൈവം സംസാരിച്ചപ്പോഴാണ് ജീവൻ വന്നത്. യേശുവിനെ പറ്റി പറഞ്ഞ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യേശു ഇന്ന് വെളിച്ചം നൽകുവാൻ വേണ്ടി ഇരുട്ട് ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും ഒരു വെളിച്ചത്തിലേക്ക് തന്നെ ജനത്തെ നയിക്കുവാൻ വേണ്ടിയാണ് യേശു വെളിച്ചമായി ലോകത്തിൽ വെളിപ്പെട്ടത്. അപ്പോൾ കണ്ണിന്റെ ഇരുട്ട്, കണ്ണ് കാണുവാൻ സാധിക്കാത്തവരുടെ കണ്ണ് ഇരുട്ടായിരിക്കുന്ന ആ വ്യക്തികളുടെ ലോകത്തെ വെളിച്ചമായി വെളിപ്പെടുത്തുവാൻ സൗഖ്യദായകനായി യേശു വെളിപ്പെടുകയാണ്. ഒരു ആത്മീയ മണ്ഡലത്തിലെ ഇരുട്ടിനെ മാറ്റി അവരുടെ ജീവിതത്തിലേക്ക് നിത്യതയെ പറ്റിയുള്ള വ്യക്തമായ ദർശനം കൊടുക്കുവാൻ തക്ക ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് യേശു കർത്താവ്. സ്തോത്രം. യേശു ക്രിസ്തു മരിച്ചു കിടന്ന ലാസറിനെയും അനവധി നിനവേ നൈനിലെ വിധവയുടെ മകനെയും സൗഖ്യമാക്കുമ്പോൾ, അല്ലെങ്കിൽ മരിച്ച ആ വ്യക്തികളെ കർത്താവ് വചനത്താൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ, ആ ലാസറെ നീ പുറത്തു വരിക എന്ന് കൽപ്പിക്കുമ്പോൾ മരിച്ച ലാസർ കെട്ടോടുകൂടെ തന്നെ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അപ്പോൾ മരിച്ച അവസ്ഥകൾക്ക് ജീവൻ നൽകുവാൻ കഴിയുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഇന്നും ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നിട്ടില്ല. ഇന്നും ആ പ്രവൃത്തി ദൈവം പ്രവർത്തന നിരതനായിരിക്കുന്നു. വിശ്വസിക്കുന്നതിന് മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇന്നും ലഭ്യമാണ്. കേൾക്കുന്നവർ ഇന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? ഏത് ശൂന്യതയുടെ മേലും ദൈവത്തിന് പരിവർത്തിക്കാൻ സാധിക്കും. യോബിന്റെ ശൂന്യമായിരിക്കുന്ന സാമ്പത്തിക മണ്ഡലങ്ങൾ, കുടുംബ ജീവിതം, തകർന്നിരിക്കുന്ന അനവധി മണ്ഡലങ്ങളെ അല്പസമയം കൊണ്ട് തന്നെ സ്വർഗത്തിലെ ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തുവെന്ന് തിരുവചനം പറയുകയാണ്. യോസേഫിന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ ദൈവം വളരെ വേഗത്തിൽ തന്നെ മാറ്റം വരുത്തുകയാണ്. അങ്ങനെ പലയിടങ്ങളിലായിട്ട് പല ഘട്ടങ്ങളിൽ, പല തലങ്ങളിൽ ദൈവം പലരുടെ ശൂന്യതകളെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ശാരീരികമായിട്ടുള്ള അവസ്ഥകളിൽ, മാനസികമായിട്ടുള്ള അവസ്ഥകൾക്ക് ശൂന്യമായിരിക്കുന്ന പാഴായിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനമാണ് അവൻ ഒരു പ്രവൃത്തിയെ കൊണ്ടുവരുന്നത്. വചനം കേൾക്കാത്തവരുണ്ടെങ്കിൽ നിരന്തരമായി വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ചില സൃഷ്ടിപ്പുകളെ ദൈവം ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഒരുപക്ഷെ ഒന്നും നടക്കുന്നില്ലായിരിക്കുന്ന തോന്നിയേക്കാം, പക്ഷേ നമ്മൾ അറിയാത്തൊരു തലത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ദൈവം ആദ്യത്തെ സൃഷ്ടിപ്പ് തന്നെ ദൈവത്തിന്റെ വായിൽ ദൈവം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ അവിടെ പ്രവൃത്തിയൊന്നും കാണുന്നില്ല. ദൈവത്തിന്റെ വചനമാണ് അവിടെ കടന്നു ചെന്നിട്ട് ഒരു വെളിച്ചത്തെ സൃഷ്ടിക്കുന്നത്. അത് ദൈവവചനത്തിന്റെ ശക്തിയാണ്. അപ്പോൾ വചനത്താലാണ് ദൈവം ചിലതിനെ ഉളവാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിന്റെ മേൽ ചില സൃഷ്ടിപ്പുകൾ നടക്കണമെങ്കിൽ, ചിലത് ഈ ദിവസങ്ങൾ ഉരുവായി വരണമെങ്കിൽ നമുക്ക് ആവശ്യം ആ ദൈവത്തിന്റെ റേമയായിരിക്കുന്ന ജീവനുള്ള വചനമാണ്. സ്തോത്രം. രണ്ട് തരത്തിലുള്ള വചനത്തെപ്പറ്റി നമുക്കറിയാം. ഒന്ന് ലോഗോസ് ആയിരിക്കുന്ന എഴുതപ്പെട്ട അല്ലെങ്കിൽ കൽപ്പലകകളിൽ എഴുതി കൊടുത്ത വചനം. അതിന് മരണത്തെ കൊണ്ടുവന്നുവെങ്കിൽ ദൈവം സംസാരിച്ചപ്പോൾ ജീവൻ വന്നു. ദൈവ ശബ്ദത്തിന് ജീവൻ കൊടുക്കുവാൻ സാധിക്കും. ദൈവം വ്യക്തികളോട് സംസാരിക്കും. ദൈവം ഡയറക്റ്റായിട്ട് നമ്മളോട് സംസാരിക്കാൻ കഴിയത്തില്ല. അന്ത്യനാളുകളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു, ദൂതന്മാരിലൂടെ ദൈവം സംസാരിച്ചു, പലയിടങ്ങളിലായിട്ട് ദൈവം കഴുതയിൽ കൂടെ വരെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവസാന കാലഘട്ടങ്ങളിൽ, അന്ത്യനാളുകളിൽ തന്റെ പുത്രൻ യേശുവിലൂടെ ദൈവം സംസാരിക്കുന്നതായിട്ട് എബ്രായക്കാർക്ക് ഈ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങിയാൽ if you speak, God speaks, something is going to happen. അവൻ വചനം അയച്ചവരെ വിടുവിച്ചു.
അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി. യേശു ആരോടെല്ലാം സംസാരിച്ചു, അവരുടെ ആരോടെല്ലാം കൽപ്പിച്ചു, അവിടെയെല്ലാം ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശു കരങ്ങളിൽ 5 അപ്പവും 2 മീനും ഉയർത്തുമ്പോൾ അവിടെ അതിന് 5000 വിതറുവാൻ തക്കവണ്ണം സ്തോത്രം കർത്താവ് ഇടയാക്കിയെങ്കിൽ അവിടെ ശൂന്യതയുടെ മേൽ പരിവർത്തിച്ച ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കൂടെ പരിവർത്തിച്ചത് കൊണ്ടാണ് ആമേൻ അവിടെ ഒരു വ്യത്യാസം വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനം മാത്രമല്ല, അതിൻ്റെ മേൽ പരിവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അവൻ അവിടെ ദൈവം പോയി എന്തെങ്കിലും വെളിച്ചം അവൻ കൈ കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം, കൈ കൊണ്ടുണ്ടായി ദൈവം സൃഷ്ടിച്ച ഏറ്റവും ഉന്നതമായ സൃഷ്ടിയായ മനുഷ്യനെ മാത്രമേ സ്തോത്രം കർത്താവ് കളിമണ്ണ് കൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം പൊടിയിൽ നിന്ന് ദൈവം സൃഷ്ടിക്കുന്നതായി കാണുന്നു. ബാക്കി എല്ലാം ദൈവം ആമേൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുകയാണ്. ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ അവിടെ ഒരു സൃഷ്ടിപ്പ് നടക്കുകയാണ്. സ്തോത്രം. ഇന്ന് ചിലത് ദൈവം പറഞ്ഞാൽ ചിലതിൻ്റെ മേൽ അവൻ ഈ ദിവസങ്ങളിലും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം അയച്ചാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യത്തിൻ്റെ മുഖത്തായിരിക്കുന്നു, ആ ആവശ്യത്തിൻ്റെ മുഖത്ത് എനിക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന ദൈവം സംസാരിച്ചാൽ അത് റേമയായി വെളിപ്പെടും, അതൊരു വിടുതലായി വെളിപ്പെടും, അത് സൗഖ്യമായി വെളിപ്പെടും. സ്തോത്രം. എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് രാത്രിയിൽ എന്നോട് സംസാരിക്കണമേ, ഈ പകലിൽ നിങ്ങൾ എവിടെയാണെങ്കിലും എന്നോടൊന്ന് വ്യക്തിപരമായി ദൈവം സംസാരിക്കണമേ. ശൂന്യതകളുടെ മേൽ പരിവർത്തിക്കാൻ കഴിയുന്ന ദൈവം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലരെ സൃഷ്ടിപ്പാൻ കഴിയുന്ന ദൈവം, ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ആ കൃപ അത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമുക്ക് രൂപവും ഭാവവും ഇല്ലാതിരുന്നപ്പോൾ സങ്കീർത്തനം 139:16 പറയുന്നു, സ്തോത്രം, നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇല്ലാതിരുന്നപ്പോൾ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് എന്നെ ദൈവം ഓൾറെഡി അറിഞ്ഞിരുന്നു. അപ്പോൾ ഒന്നുമില്ലാതിരുന്ന ശൂന്യതയിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത് എന്നെയും ദൈവം സൃഷ്ടിച്ചത്, കേൾക്കുന്ന നിങ്ങളെയും സൃഷ്ടിച്ചത്. പക്ഷെ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ ഞാനും ആറാമേൻ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ നിയമിക്കപ്പെട്ട നാളുകൾ വ്യക്തമായി തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരുന്ന ദൈവം എത്ര ഉന്നതനാണെന്ന്. എൻ്റെ വാക്കുകൾക്ക് സ്തോത്രം പരിമിതികളുണ്ട്, എൻ്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്, എൻ്റെ ശക്തിക്ക് പരിമിതികളുണ്ട്, എൻ്റെ കൃപയ്ക്ക് പരിമിതികളുണ്ട്. പക്ഷേ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ആമേൻ ദൈവത്തോട് നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അവൻ എത്രയോ ഉന്നതനായ ദൈവമാണെന്ന് തിരിച്ചറിയുന്നത്. 130 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യെസ്, ആ ദൈവം ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാം അവൻ്റെ പുസ്തകത്തിൽ, when I was none of them, there were none of them, ഒന്നുമില്ലാതിരുന്നപ്പോൾ യെസ് അന്ന് എന്നെ സൃഷ്ടിച്ച ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുക. അപ്പോൾ ദൈവം അവിടെ പറയുന്നു, വചനം ദൈവിക സൃഷ്ടി നടന്നത്. പുതിയ നിയമപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ സൃഷ്ടിയെ വീണ്ടും യോഹന്നാന്റെ അതെ സുവിശേഷത്തിന്റെ യോഹന്നാന്റെ സുവിശേഷമാണ് പുതിയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിന് സമാനമായി കരുതപ്പെടുന്നത്. മോശ സിയോൻ പർവ്വതത്തിന് മുകളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും 10 കൽപ്പനകൾ ലഭിക്കുന്നത് പോലെ തന്നെയാണ് ഒലിവുമലയിൽ, പുതിയ നിയമത്തിൽ ഒലിവുമലയെ പ്രസംഗമാണ് നമുക്കുള്ള പുതിയ നിയമത്തിന്റെ കമാൻഡ്മെന്റായി കരുതപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ ആമേൻ യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു സൃഷ്ടിപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ സാധിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യം ഒന്ന് ദൈവത്തിന്റെ വചനമാണ്. അത് സാധാരണ വചനമല്ല, ദൈവത്തിന്റെ വചനം വചനമായി മാത്രം പോരാ, അത് ശക്തിയോട്, അല്ലെങ്കിൽ പാരമ്പര്യമായി ആരാധിക്കുന്ന അനവധി സഭകളിൽ വചനമായി മാത്രം നിലനിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് ആവശ്യം വചനമായി മാത്രമല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ശക്തിയോടെ, ആത്മാവോടെ, ശക്തിയോടെ, 2 പരിശുദ്ധാത്മാവോടെ, ഉദ്ദേശത്തോടെ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ത് ആവശ്യമാണ് നിങ്ങൾക്കുള്ളത്? 20 തല വാളിനേക്കാൾ മൂർച്ചേറിയതായ ദൈവത്തിന്റെ വചനം. യെസ്, അത് സന്ധി ബന്ധങ്ങളിൽ കൂടി പോലും കടന്നു പോകുന്നു, അത് മാനസിക നിലവാരങ്ങളിൽ കടന്നു പോകുന്നു. ആത്മീയ മനുഷ്യൻ
മനുഷ്യനെ സ്പർശിക്കുന്നതാണ് ദൈവത്തിന്റെ രമയായിരിക്കുന്ന വചനം. ആ വചനത്തിന് ചിലതിനെ ഉളവാക്കി കൊണ്ടുപോകാൻ കഴിയുന്നു. അസ്ഥികൾ കൂടി പോലും കടന്നു ചെന്ന് അസ്ഥികളെ പോലും സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുടെ ആഴങ്ങൾ ഈ ദിവസങ്ങളിൽ ആമേൻ ദേശങ്ങളിൽ വെളിപ്പെടട്ടെ. നിങ്ങളുടെ ദൈവം വെളിപ്പെടുത്തട്ടെ. ശക്തി ആമേൻ ശാരീരിക മണ്ഡലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ അത് ചില സൃഷ്ടിപ്പുകളെ കൊണ്ടുവരുവാൻ, ചിലതിനെ പുനർജനിപ്പിക്കുവാൻ, വീണ്ടും ചിലതിനെ സൃഷ്ടിച്ചു കൊണ്ടുവരുവാൻ സ്തോത്രം കർത്താവിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അസൂസ സ്ട്രീറ്റിൽ നടന്ന സംഭവങ്ങൾ പലർക്കും അറിയാം. അവിടെ ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, ഒരു റിവൈവൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അനവധി പേരുടെ ജീവിതത്തിൽ പലർക്കും ഇന്റേണൽ ഓർഗൻസ് ഉണ്ടായിരുന്ന പലർക്കും ഇന്റേണൽ ഓർഗൻസ് ഉണ്ടായി. കാലുകൾക്ക് നീളം കുറഞ്ഞവരുടെ കാലുകളുടെ നീളം കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ചില സൃഷ്ടിപ്പുകൾ ചെയ്യുവാൻ സാധിക്കും. ഇന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഏത് ശാരീരികമായ വിഷയമാണെങ്കിലും അതിൻ്റെ മേൽ ഇന്ന് പരിവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ചേർന്ന് ദൈവത്തിന്റെ വചനത്തോട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ചേരുമ്പോൾ ചിലതിനെ സൃഷ്ടിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. ചില പുതിയത് കർത്താവ് നമുക്ക് തരുവാൻ സാധിക്കും. സ്തോത്രം. അവിടെ തിരുവചനം പറയുകയാണ്, ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞേ ഉള്ളൂ. അവിടെ വെളിച്ചമുണ്ടായി. ആദ്യം ദൈവം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നോക്കുക, പുതിയ നിയമത്തിൽ ദൈവം സൃഷ്ടിക്കുന്നത് വെളിച്ചമായിരുന്നു. ആമേൻ. അതാരായിരുന്നു? സ്തോത്രം. അപ്പോൾ പുതിയ നിയമസഭ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഭൂമിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭൂമിയെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആദാം ഹൗവ ദമ്പതിമാർ മുഖാന്തരം പിശാച് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് വീണ്ടും ആ ഭൂമിയെ പാഴും ശൂന്യവുമായ ഒരു ഭൂമിയാക്കി മാറുവാൻ തക്കവണ്ണം ഇടയായി. അത് ആ ഭൂമി ദ്രവത്വത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. അത് തിരിച്ചറിയണമെങ്കിൽ ഒരു വചനം നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8:18. ഭൂമിക്ക് എന്ത് സംഭവിച്ചു? രണ്ടാം ഭൂമിക്ക് എന്ത് സംഭവിച്ചു? ആമേൻ. അവിടെ പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു കാര്യമുണ്ട്. സ്തോത്രം. ആ ദൈവമക്കൾക്ക് ഒരു തേജസ്സിന്റെ അനുഭവത്തിലേക്ക്, ഒരു പുതിയ സൃഷ്ടിപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. യേശുവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ആമേൻ ഈ ശരീരമല്ല, ഇതിനപ്പുറത്തുള്ള തേജസ്സുള്ള ഒരു ശരീരം നൽകുവാൻ ആമേൻ ദൈവത്തിന് പദ്ധതി. അപ്പോൾ പാഴും ശൂന്യവുമായിരുന്ന മരണമില്ലാതിരുന്ന ഒരു സ്തോത്രം ഒരു സമയത്ത് ഒരു ദൈവിക പദ്ധതികളിൽ മരണമില്ലാതിരുന്നപ്പോൾ മരണം കടന്നു വരികയും ദ്രവത്വം കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഒരു പ്ലാൻ ദൈവത്തിന്റെ പ്രോജക്റ്റിൽ ഇല്ലായിരുന്നു. സ്തോത്രം. ഇത് കൊണ്ടുവന്നത് പൈശാചിക മണ്ഡലമാണ്. ഇത് കൊണ്ടുവന്നത് പാപമായിരുന്നു. പാപം വന്ന സമയം മുതൽ അവിടെ പാഴും ശൂന്യവുമായി തീരുവാനിടയായി. അപ്പോൾ അവിടെ പറയുന്നു, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സ്തോത്രം. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ആമേൻ. ഇറ്റ്സ് ഇൻ റോമൻസ് 8:22. സർവസൃഷ്ടിയും ഇന്ന് ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു? ദൈവമക്കളുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട്. അപ്പോൾ ഒരു പുതിയ ഈ ഭൂമി സ്തോത്രം അത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല, ചരിത്രകാരന്മാർ മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നുണ്ടായിരിക്കുന്ന ഭൂമി ആകാശവും ഒഴിഞ്ഞു പോകുമെന്ന് നിർവചനം പറയുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മൂന്നാമതായി ദൈവം ചില സൃഷ്ടിപ്പിനെ കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ അവിടെ ആദ്യം ആദാം വീണുപോയപ്പോൾ ദൈവം ഒരു പുതിയ ആദാമിനെ സൃഷ്ടിച്ചു. സ്തോത്രം. ആ ആദാം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? യോഹന്നാന്റെ സുവിശേഷം 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു. അവിടെ യോഹന്നാൻ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. യേശു വചനമായിരുന്നു. അത് യേശുവിനെ പറ്റി തന്നെയാണ് അവിടെ ദൈവവചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ സ്തോത്രം. അവിടെ എങ്ങനെയാണ് ഒരു പുതിയ ആദാം സൃഷ്ടിക്കപ്പെട്ടത്? ഈ ദാസ്യത്തിന്റെ ദ്രവത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ഒരു പുതിയ ആദാമായി വെളിപ്പെടുന്ന യേശു, ആ കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അതെ അവൻ വചനം തന്നെയായിരുന്നു.
വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ ദൈവം എവിടെ പറഞ്ഞു? ദൈവത്തിന്റെ റേമ എവിടെയാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 1:35. അത് പലർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അവിടെ ഗലീലിയ നാട്ടിൽ, അവിടെ യൂദാ നാട്ടിൽ 2 പേരുടെ ജീവിതത്തിൽ, എലിസബത്തിന്റെയും മറിയയും എന്ന് പറഞ്ഞ 2 വ്യക്തി ജീവിതങ്ങളെ പറ്റി കാണുന്നു. ഒന്ന് വൃദ്ധയായി തീർന്ന ഒരു സ്ത്രീ, അവര് മച്ചിയായിരുന്നു, അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരുടെ ഭർത്താവായ സക്കറിയ പ്രവാചകൻ. അപ്പോൾ ഇവിടെ കന്യകയായിരുന്ന മറിയത്തോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. 1:35 നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഉന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്ന്, ദൈവത്തിന്റെ റേമയായിരിക്കുന്ന വചനം ദൂതനിലൂടെ വെളിപ്പെടുകയാണ്. അവിടെ പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. കന്യകയായിരുന്ന സ്ത്രീ ഗർഭിണിയാകുന്ന ഒരു ചരിത്രം ഇന്നുവരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല, ഇന്ന് സംഭവിക്കത്തിലുമല്ല. യെശയ്യാ പ്രവാചകനിലൂടെ പറയപ്പെട്ട ദൈവീകമായ പ്രവചന ദൂത് അക്ഷരാർത്ഥത്തിൽ നിവർത്തികണ്ഠം പ്രാപിക്കുമ്പോൾ അവിടെ കേട്ട മറിയ, ആ മറിയയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞില്ലായിരുന്നപ്പോൾ, ഒരു പൈതൽ ജനിക്കാതിരുന്നപ്പോൾ, സ്വതം ചിന്തിച്ചാൽ അത് എന്തിനാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന വളരെ ചെറുപ്പക്കാരിയായിരുന്ന, ഒരു പക്ഷേ 20 പോലും തികഞ്ഞോ എനിക്കറിയില്ല, സ്തോത്രം, ആമേൻ, അങ്ങനെയായിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്ന, അതെ, കന്യകയായിരുന്ന മറിയം, അവിടെ ആ വ്യക്തിയെപ്പറ്റി, ആ യുവതിയെപ്പറ്റി സ്വർഗത്തിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, ദൈവം നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വന്ദനം ചെയ്യുമ്പോൾ, സ്തോത്രം, അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, സ്തോത്രം, അവിടെ ദൈവം വചനം അയച്ചു. ദൈവത്തിന്റെ റേമയായിരിക്കുന്ന വചനം വെളിപ്പെട്ടു. അവിടെ ദൈവം പറയുന്നു, അത്യുന്നതന്റെ ശക്തി. അപ്പോൾ മറിയ ചോദിക്കുന്ന കാര്യമുണ്ട്, ഞാൻ കന്യകയാണ്, എങ്ങനെ ഇത് സംഭവിക്കും? അപ്പോൾ ദൈവം, അവിടെ ഗബ്രിയേൽ ദൂതൻ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, യെസ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അവിടെ ഒരു സൃഷ്ടിപ്പ് നടന്നത് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അവിടെ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടപ്പോൾ അത് വിശ്വാസയോഗ്യമായി ആ കന്യകയായിരുന്ന, അല്ലെങ്കിൽ ചിന്തിച്ചാൽ സ്തോത്രം എന്തുകൊണ്ടാണ് എന്ന് പോലും മനസ്സിലാകാൻ കഴിയാത്ത ഒരു മാന്യ വനിത, സ്തോത്രം, വിശുദ്ധയായി ജീവിച്ച ആ സ്ത്രീ, അവൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ തൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുകയാണ്. വ്യക്തമായി ദൈവിക പദ്ധതിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവര് ആ ദൈവവചനത്തിന് മുമ്പാകെ കീഴ്പ്പെട്ടു കൊടുക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ഒരു ശക്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ, ചില ശൂന്യതകളുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ദൈവികമായൊരു സമർപ്പണമാണ്, ദൈവികമായ വിശ്വാസമാണ്. സക്കറിയ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ആ ദൂതൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ സക്കറിയ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വൃദ്ധനായി, നിനക്കൊരു ശിശു ജനിക്കും. ഒരു സ്നാപക യോഹന്നാൻ, ഒരു അഭിഷക്തനെ ദൈവം ആ പ്രായം കടന്ന ഒരു വൃദ്ധനായ സക്കറിയാവിന്റെ ജീവിതത്തിലേക്ക് ദൈവം വചനം അയക്കുമ്പോൾ ആ വചനത്തിന് മുമ്പിൽ സക്കറിയാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനായി എങ്ങനെ നടക്കും ഇത്? അപ്പോൾ ദൈവത്തിന് ദൂതൻ പറഞ്ഞു, യെസ്, ഇത് നടന്നു കഴിയുമ്പോൾ നീ വാ തുറക്കത്തുള്ളൂ. സ്തോത്രം. കാരണം അബ്രഹാമിന്റെ അനുഭവം സക്കറിയാവിന്, യഹൂദനായിരിക്കുന്ന സക്കറിയാവിന് നന്നായിട്ട് അറിയാമായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ദൂതൻ ഇറങ്ങി സംസാരിച്ചപ്പോഴും അത് വിശ്വസിക്കാൻ സക്കറിയാവ് തയ്യാറായില്ല. സ്തോത്രം. ഇന്ന് ഞാൻ ഈ പറയുന്ന വചനം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന അനുമതിയായിട്ട് പരിശുദ്ധാത്മുഖാന്തരം പറയപ്പെടുന്ന ദൈവിക വചനം വിശ്വാസയോഗ്യമായി ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനുമേ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. അപ്പോൾ ആ ഒരു ദൈവിക പദ്ധതിക്ക് മുമ്പിൽ മറിയം സമർപ്പിക്കുമ്പോൾ, അവിടെ സക്കറിയാവ് സമർപ്പിക്കാതിരുന്നപ്പോൾ, സ്തോത്രം, അവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതാണെന്ന്. പക്ഷേ പിന്നീട് നമുക്കറിയാം,
6 മാസത്തിന് ശേഷം ഈ എലിസബത്ത് മറിയെ കാണുവാൻ വരുമ്പോൾ മറിയം ഓൾറെഡി ഈ ശിശു ഉള്ളിൽ തിക്കിത്തിറക്കാൻ തുടങ്ങി, ഉത്ഭവിച്ചിരുന്നു. യേശു മറിയയിൽ ഓൾറെഡി ഭൂജാതനായിരുന്നു. അപ്പോൾ അതേ സമയത്തിന് എലിസബത്തിന്റെ ഉള്ളിലും 6 മാസം തികഞ്ഞ ഒരു യോഹന്നാൻ ഉണ്ടായിരുന്നു. എന്നാൽ മറിയ വന്ദനം ചെയ്യുമ്പോൾ, എലിസബത്തിന് വന്ദനം ചൊല്ലുമ്പോൾ തിരുവചനം പറയുന്നു, എലിസബത്തിന്റെ ഗർഭപാത്രത്തിലുള്ള ശിശു തുള്ളിച്ചാടി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഇന്ന് പറയപ്പെടുന്ന വചനത്തിന് മുമ്പിൽ ഇന്ന് ഒരു ദൈവശക്തിയുണ്ട്. സ്തോത്രം. അവിടെ പത്രോസ് സംസാരിച്ച് തീർന്നപ്പോൾ തന്നെ അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. അവിടെ യേശു മുടന്തനോട് കൽപ്പിച്ചു, അമ്മയുടെ ഉദരത്തിലെ മുടന്തനായി ജനിച്ച ഒരു വ്യക്തിയോട് പത്രോസ് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ അവന്റെ അമ്മയുടെ ഉദരം മുതൽ അവൻ മുടന്തനായി, പിന്നെ നടന്നിട്ടേ ഇല്ല. കാലുകൾക്ക് എന്ത് നീളമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. സ്തോത്രം. പക്ഷേ വചനം അവിടെ കടന്നു ചെന്നപ്പോൾ, അവൻ വിശ്വാസം ഏറ്റെടുത്തപ്പോൾ മുടന്തൻ തുള്ളിച്ചാടാൻ തുടങ്ങി. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന പൊന്നും വെള്ളിയുമല്ല, നമുക്ക് ആവശ്യം യേശുവിന്റെ നാമമാണ്, ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അവിടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. അപ്പോൾ ആ വചനത്തിന് മുമ്പിൽ അടുത്ത ദിവസം ഒരുപക്ഷെ ഇങ്ങനെയൊരു മറിയയുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം സംഭവിച്ചാൽ, കന്യകയായിരിക്കുന്ന മറിയം ഗർഭിണിയാണോ എന്ന് ദേശമറിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം. പക്ഷെ അതൊന്നും മറിയയ്ക്ക് വിഷയമല്ലായിരുന്നു. മറിയ സ്തോത്രം കേട്ട വചനം വിശ്വാസയോഗ്യമായി ഏറ്റെടുത്തു. സ്തോത്രം. കാരണം ദൈവമാ പറഞ്ഞെങ്കിൽ ഇന്ന് വിശ്വാസം, എൻ്റെ ദൈവ കാര്യം നടത്താൻ സർവശക്തനാണ്. മുമ്പിൽ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും ദൈവമാണോ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് ഇടപെടുന്നത്. നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കരുത്, പ്രതികൂലങ്ങളെ നോക്കരുത്, നിങ്ങൾക്ക് നിൽക്കുന്ന വ്യക്തികളെ നോക്കരുത്. ദൈവം അതിൻ്റെ മധ്യേ തന്നെ ദൈവം മാനിക്കുവാൻ ദൈവം മാനിക്കുവാനിടയാക്കി തീരുമാനിച്ചാൽ ആർക്കും തടുക്കുവാൻ സാധിക്കത്തില്ല. സ്തോത്രം. അവിടെ മറിയെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുവാൻ തക്കവണ്ണം ഒരു എലിസബത്തിന്റെ വായിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. സ്തോത്രം. നീ സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യവതിയാണ്. കാരണം നീ ദൈവം പറഞ്ഞത് നീ വിശ്വസിക്കാൻ തയ്യാറായി. അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ്. നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. തക്ക സമയത്ത് ദൈവത്തിന് ഒരേ കാര്യവും അസാധ്യമല്ലല്ലോ. സ്തോത്രം. അപ്പോൾ എലിസബത്ത് അവിടെ ദൈവം പറഞ്ഞു, ഗബ്രിയേൽ ദൂതൻ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ പറയും, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് നമുക്ക് വിശ്വാസം പറയാം, കർത്താവേ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ശൂന്യമായിരിക്കുന്ന അവസ്ഥയെ നോക്കി എത്ര പേരെന്ന് പറയും, കർത്താവേ അസാധ്യമായി എനിക്കൊന്ന്. ദൈവത്തിന് അസാധ്യം എന്നൊരു വാക്ക് ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു വാക്കില്ല. ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസം, എൻ്റെ ദൈവമേ അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. there is nothing impossible. ഏത് വിഷയമാണെങ്കിൽ നോക്കിയിട്ട് പറ, എൻ്റെ ദൈവത്തിന് അസാധ്യമായി സാധിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വാക്കിന്, ദൈവത്തിന്റെ റേമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് സമയം തെറ്റി വരത്തില്ല, സമയത്തിന് മുമ്പ് വരത്തില്ല, സമയം കഴിഞ്ഞ് വരത്തില്ല. തക്ക സമയത്ത് മാത്രമേ ദൈവത്തിന്റെ വാക്ക് നിവൃത്തീകരണം പ്രാപിക്കത്തുള്ളൂ. അപ്പോൾ എത്ര അസാധ്യങ്ങളാണെങ്കിലും ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് നിവൃത്തീകരിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ തക്ക സമയത്ത് നിവൃത്തീകരിക്കാനുള്ള വാക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സെക്രിയാവിനോട് ദൈവം പറഞ്ഞു, അത് നിനക്ക് നീ മിണ്ടാൻ സാധിക്കത്തില്ല. ഈ കാര്യം സംഭവിച്ചതിന് ശേഷമേ നിനക്ക് അതിൻ്റെ വായിലൂടെ വാക്ക് വരികയുള്ളൂ. മറിയ പറയുന്ന കാര്യമുണ്ട്, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ദൈവശബ്ദം കേട്ടാൽ അതിനു മുമ്പ് സമർപ്പിക്കാൻ തയ്യാറാണോ? ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അത് അന്ന് ഒരുപക്ഷെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നടക്കണമെന്നില്ല. പക്ഷേ ഒരു ഹോവറിംഗ് ഓഫ് ദ സ്പിരിറ്റ്, ഒരു പരിവർത്തനം, പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം നിങ്ങൾ വിശ്വസിച്ച് കഴിയുമ്പോൾ അവിടെ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ കാണുന്നില്ലെങ്കിലും വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് പറയണം, ദൈവമേ ഞാൻ അവിടുന്ന് പറഞ്ഞ വാക്ക് വിശ്വസിച്ചുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ സമയം 21-ാം തീയതി നടന്നിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ആ ശൂന്യതയുടെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവം ചിലരെ സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കോഴിമുട്ടയുടെ മുകളിൽ കോഴി ഇരിക്കുന്നത് പോലെ, അടയിരിക്കുന്ന പോലെ എന്നാണ് ഹോവറിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ ചൂട് പിടിക്കുന്നൊരു സമയമുണ്ട്, അത് ചൂടായി വരുന്നൊരു സമയം
സമയമുണ്ട്. സമയമാകുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞ് പുറത്തു വരുന്ന പോലെ ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ പുറത്തു വരുന്ന നാളുകളുണ്ടെന്ന് ആമേൻ സ്തോത്രം തിരുവചനത്തിലൂടെ നമുക്ക് വീണ്ടും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ ഈ ദിവസങ്ങളിൽ മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഇല്ലാത്തിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടാണ് എബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെട്ടത്. എന്താ അമ്മ മറ്റൊന്നും കൊണ്ടല്ല, എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല എബ്രഹാം വിശ്വാസികളുടെ പിതാവായത്. എബ്രഹാം വിശ്വാസികളുടെ പിതാവായതിന് കാരണം മറ്റൊന്നുമല്ല, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്. ഇല്ലാത്തിന് ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആമേൻ. കോൺട്രറി ടു ദ ഹോപ്പ് അഗൈൻസ്റ്റ്, അവിടെ ഹോപ്പ് അഗൈൻസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്ന കോൺട്രറി ടു ഹോപ്പ്, ഇൻ ഹോപ്പ് ബിലീവ്ഡ് ദാറ്റ് ഹി ബിക്കേം ദ ഫാദർ ഓഫ് മെനി നേഷൻസ്. അപ്പോൾ ഈ ദിവസങ്ങളിലും വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ദൈവത്തിന് അടുക്കൽ വരുന്നവൻ വിശ്വസിക്കണം, ദൈവം ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. ആമേൻ. അവൻ്റെ അടുക്കൽ വരുന്നവന് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് കൂടി വിശ്വസിക്കണം. അവിടെ വചനം ജഡമായി തീർന്നു. എപ്പോൾ ജഡമായി തീർന്നു? മറിയ വിശ്വസിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ. ആമേൻ. വചനം ജഡമായി, അതെ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, ഞങ്ങൾ അവന്റെ തേജസ്സിനെ തൊട്ടു നോക്കി. അപ്പോൾ കർത്താവിന്റെ തേജസ് അവിടെ വെളിപ്പെട്ടു മറിയയുടെ ഉദരത്തിനുള്ളിൽ. ആമേൻ. ചില തേജസ് ഉള്ളതിനെ പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. വെളിച്ചം ദൈവം ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചമാണെങ്കിൽ ഈ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വെളിച്ചമാണ് കർത്താവായ ഈശോ മെസ്സിയ. സ്തോത്രം. അതെ, ആ ലോകത്തിന്റെ വെളിച്ചമായി സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു പുതിയ നിയമപുസ്തകത്തിൽ വെളിപ്പെടുന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്തോത്രം. ഇന്ന് ആ സെബുലൻ ദേശത്തും നഫ്താലി ദേശത്തും ഇരുന്ന ഒരു ജനം ആമേൻ ഒരു വലിയ വെളിച്ചം കണ്ടതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇന്ന് ഇരുട്ടിനെ മാറ്റുവാൻ വേണ്ടി, നമ്മുടെ ശൂന്യതയെ മാറ്റുവാൻ വേണ്ടി, സ്തോത്രം, ഈ ദിവസങ്ങളിൽ പാഴായിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഇന്ന് ഞാൻ പറയുന്ന വചനം വിശ്വാസയോഗ്യമായി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. 2024 വർഷങ്ങൾക്ക് ശേഷവും ദൈവശക്തിക്ക് മാറ്റം വന്നിട്ടില്ല, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. ആമേൻ. അവിടെ യേശുക്രിസ്തു ഭൂജാതനായി, യേശുക്രിസ്തു മനുഷ്യനായി തീർന്നു. പക്ഷേ യേശു പറയുന്നുണ്ട്, ഒരു വ്യക്തി, അതായത് ലോകത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലും വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ദൈവജനത്തിന്റെ ജീവിതത്തിന് മേൽ വരുവാൻ പോകുന്ന ഒരു സൃഷ്ടിപ്പിന്റെ അനുഭവമുണ്ട് ആത്മീയമായിട്ടുള്ള ആമേൻ മണ്ഡലത്തിൽ. സ്തോത്രം. അപ്പോൾ ദൈവ മക്കളായി തീരുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിശ്വസിക്കണം, വചനം വിശ്വസിക്കണം. ഏത് വചനമാണെങ്കിലും ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഇടപെട്ടാൽ വിശ്വസിക്കുക. ആമേൻ. അവിടെ പറഞ്ഞു, യേശു നിക്കോദെമോസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടായിരുന്നു. യേസ്, ഹല്ലേലൂയ, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിപ്പ്, ഒരു പുതിയ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ ജനനം പ്രാപിക്കണമെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് വിശ്വസിക്കുക. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുക, അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുക, വീണ്ടും വരവിൽ വിശ്വസിക്കുക, അവന്റെ യാഗാർപ്പണത്തിൽ വിശ്വസിക്കുക. ആ ചോരത്തിൽ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തിന്റെ സ്തോത്രം, ആ വിലയിൽ ഈ ദിവസങ്ങൾ യാഗത്തിൽ വിശ്വസിക്കുക. ആ പാപമോചനം ആ രക്തത്താൽ ഉണ്ടെന്ന് വിശ്വസിക്കുക. യേസ്, അങ്ങനെ വിശ്വസിക്കുന്ന ആ വ്യക്തി എന്ത് അടുത്തതായി ചെയ്യുന്നത്? യേശു പറഞ്ഞ്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ആമേൻ ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കത്തില്ല. സ്തോത്രം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശിശു ഭൂജാതനായി വരണമെങ്കിൽ, ഒരു പുതിയ വ്യക്തി ആത്മീയമായി സ്തോത്രം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ എനിക്ക് ആവശ്യം ഒരു വിശ്വാസമാണ്. വിശ്വാസ സ്നാനം എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ സ്നാനം മാത്രമല്ല കർത്താവ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ, കർത്താവായ യേശു ക്രിസ്തു ഗലീലയിൽ പറയുന്നു, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻ കരെ അവന്റെ അടുക്കൽ ചെന്നു. യേശു ക്രിസ്തു
യോഹന്നാൻ ആ സ്നാനമേൽക്കുവാൻ, യേശു സാധാരണ ഒരു ദൈവത്തിന്റെ സാധാരണക്കാരായ വ്യക്തിയല്ലല്ലോ. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ടും ആമേ യോഹന്നാന്റെ കരത്തിലേക്ക് സ്നാനമേൽക്കുവാൻ കൊടുത്തായിട്ട് നമുക്ക് ആമേ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ തിരുവചനം പറയുന്നു, സ്വർഗം തുറന്നല്ലോ. സ്വർഗം തുറന്നു. ആമേ പിതാവിന്റെ ശബ്ദം അവിടെ കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ആമേൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നു. ആമേൻ, പ്രാവ് പോലെ കർത്താവിന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി ഇറങ്ങി. ആമേൻ, അവിടെ അവൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഒരു പുതിയ തുടക്കം കർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. കേവലം വിശ്വാസ സ്ഥാനം ഏൽക്കുവാൻ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഒരു പരിശുദ്ധാത്മ സ്ഥാനം ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കൂടിയാണ് യേശു വന്നിരിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് ആമേൻ ആ വിശ്വാസ സ്ഥാനം ഏൽക്കാത്തവരുണ്ടെങ്കിൽ ജലത്താൽ സ്ഥാനം ഏൽക്കുക. അത് മാത്രം പോരാ, അത് ആമേൻ നിത്യതയുടെ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ലൈസൻസ് അല്ല. പക്ഷേ കഴിഞ്ഞകാല പാപങ്ങളെ പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്ന ആമേൻ സ്വന്തം കർത്താവ് എനിക്ക് വേണ്ടി ക്ഷമിച്ചു, എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത പ്രവൃത്തിയെ ആമേൻ നമ്മൾ ഏറ്റുപറയുന്ന അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ കാണിക്കുന്നതാണ് ആമേൻ ജലത്താലുള്ള സ്നാനം. എന്നാൽ അതിനപ്പുറത്ത് ഒരു ആത്മാവിന്റെ സ്നാനം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പരിവർത്തനം ആവശ്യമുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട്, ഒരു റിന്യൂവൽ ആവശ്യമുണ്ട്, ഒരു ഗ്ലോറിഫിക്കേഷൻ ദൈവം ആമേൻ ഈ ദിവസങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ആമേൻ അവിടെ പൊങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ഇത് കേൾക്കുന്ന ചെറിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ അവൻ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ വെള്ളത്താൽ സ്നാനം ഏൽപ്പിക്കുന്നേ ഉള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന് വാറഴിക്കാൻ എനിക്ക് കഴിയത്തില്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയനാലും അവൻ അഭിഷേകം ചെയ്യും, നിങ്ങളെ സ്നാനമേൽപ്പിക്കും. സ്തോത്രം. അപ്പോൾ യേശു വന്നത് കേവലം വെള്ളത്തിൽ വെറുതെ ആമേൻ മാത്രം മുങ്ങിപ്പൊങ്ങുവാനല്ല, അതെല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറത്ത് പുതിയ നിയമസഭയിൽ ഒരു പരിശുദ്ധാത്മ സ്ഥാനം ദൈവീയ വിശ്വാസികളിലേക്ക് പകരുവാൻ, അവരെ ദൈവത്തിന്റെ കർത്താവിന്റെ ശിഷ്യന്മാരാക്കി മാറ്റുവാൻ യേശു പറയുന്ന, ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പറയണം. ആമേൻ. നിങ്ങൾ അവരെ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, അവരെ നിങ്ങൾ ശിഷ്യരാക്കണം. സ്തോത്രം. അപ്പോൾ അവിടെ യേശു പറയുന്ന ആ കാര്യം നമുക്ക് ആക്ട്സ് 1:4 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ കാത്തിരിക്കണം. യു ഹാവ് ടു ടാരി. ടാരി എന്നതിന്റെ അർത്ഥം കാത്തിരിപ്പ് അല്ലെങ്കിൽ ഹോവറിങ്. യു ഹാവ് ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. അപ്പോൾ സ്തോത്രം, നമുക്ക് യെരൂശലേമിൽ കാത്തിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ അവൻ കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാൻ, വെയിറ്റ് ചെയ്യുവാൻ ആഗ്രഹത്തോടെ ഇരിക്കാൻ തയ്യാറാണോ? ഇന്ന് വരെ ഒരു പരിശുദ്ധ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഈസ് എ വൺ ടൈം അഫെയർ. ഒരു കാര്യം ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കത്തുള്ളൂ. പക്ഷേ അതിനുശേഷം ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് കണ്ടിന്യൂസ്. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടിയാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം വ്യക്തികൾ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അവർ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മാവിനായി വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഒരു വാഗ്ദത്തമാണ്. യോഹന്നാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിച്ചു. പക്ഷേ നിങ്ങൾക്കോ സ്വതം ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കും. അപ്പോൾ അവിടെ കൊണ്ട് തീർന്നില്ല. ഇന്നും ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭ്യമാണ്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവിക പദ്ധതിയാണ്. ഇപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ മറ്റൊരു സമയത്ത് കർത്താവ് ഏതെങ്കിലും മുഖാന്തരങ്ങളുടെ ഒരു പരിശുദ്ധാത്മ സ്നാനം ദൈവം നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയാകും. ദാഹിക്കുന്ന എൻ്റെ അടുക്കൽ വരട്ടെ. സ്വന്തം വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആമേൻ, ദാഹിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരട്ടെ. ദാഹം വേണം. സ്വതന്ത്രം ഈ ദിവസങ്ങളിൽ. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഈ ദിവസങ്ങളിൽ നിറയപ്പെടുന്ന അനുഭവം ആയിട്ടില്ലെങ്കിൽ, അവൻ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ, അവൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങളിലേക്ക് ഒരു പുതിയ വ്യക്തി അവിടെ ജനിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ശിശു ഭൂജാതനായിട്ടുണ്ട്. ആ ശിശു വളരാൻ തുടങ്ങണം. ആ ശിശു പുറത്തു വരാൻ തുടങ്ങണം. ആ ശിശു ആമേൻ വളരുവാൻ തുടങ്ങണം. സ്തോത്രം. ഈ ദിവസങ്ങൾ അതിനൊരു ആമേൻ സ്തോത്രം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനാവശ്യം പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനമാണ്, ഒരു സൃഷ്ടിപ്പാണ്.
ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, എനിക്ക് രൂപവും ഭാവവും വന്നപ്പോൾ നീ എന്നെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ ഉരുവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ മനുഷ്യൻ ഈ ദിവസങ്ങൾ പുറത്തു വരുവാൻ പോവുകയാണ്. ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും പുറത്തു വരുവാൻ പോവുകയാണ്. കർത്താവിന്റെ ലോക സംഭവങ്ങൾ, കാല സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവ് വിളിച്ചവേ അവൻ അറിയിക്കുമ്പോൾ ഈ ഭൂമി അവൻ വെന്തഴിയുമെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്. പക്ഷേ ഒരു പുതിയ ഭൂമി ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാൻ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ, യെസ്, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, വരാൻ പോകുന്ന ഒരു യുഗം കൂടി പിറക്കുവാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പഴയ നിയമകാലഘട്ടങ്ങളിൽ ശിംശോന്റെ മേൽ വന്നു, ശിംശോന്റെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങി. ഹോളി സ്പിരിറ്റ് സ്റ്റാർട്ടഡ് മൂവിങ് അപ്പോൺ സാംസൺ ആമേൻ. പക്ഷെ പരിശുദ്ധാത്മാത്മം കഴിയുമ്പോൾ പോകുമായിരുന്നു. പക്ഷെ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവ്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, സ്തോത്രം, എന്നോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, നിറവിന്റെ അനുഭവം മാത്രമല്ല, ഒരു നടത്തിപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവസഭയെ വിളിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചിരിക്കുന്ന ജയകരമായ ഒരു ജീവിതം വേണം നമുക്ക് നിറവ് ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും മാത്രം നിറയപ്പെടുന്ന അനുഭവത്തിലല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ 24 മണിക്കൂറും ഒരു പരിശുദ്ധാത്മാവിനെ നടത്തിപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ തക്കവണ്ണം യേശുവിന്റെ കർത്താവിനോട് ചേർന്നുള്ള നടപ്പ്, ദൈവത്തോട് കൂടെ നടക്കുന്നത്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം. യെസ്, ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഹാനോക്ക് എടുക്കപ്പെട്ടു. ഗാമൻ Enoch walked with God, and because he walked with God, he was taken away. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ നടത്തിക്കുവാൻ കൂടിയാണ് യേശു വന്നത്. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ മുതൽ യേശുവിനെ നടത്തിയത് പരിശുദ്ധാത്മാവായിരുന്നു. അവനെ മരുഭൂമിയിലേക്ക് നടത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് എവിടെയെല്ലാം യേശുവിനെ കടന്നു പോകുവാൻ പറയുന്നു, അവിടെ മാത്രം യേശു പോകത്തുള്ളായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറയാതെ ഒരിടത്തും പോയേക്കരുത്, ഒന്നും ചെയ്യരുത്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ലാസറിന്റെ കല്ലറയ്ക്കരികിലേക്ക് യേശു പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഒരു പക്ഷേ വിലക്കിയിരിക്കാം. സ്തോത്രം. സമയമായില്ല, 3 ദിവസത്തിന് ശേഷം പോകുവാനായിരിക്കാം സ്വർഗപിതാവ് പരിശുദ്ധാത്മാവിലൂടെ യേശുവിനോട് സംസാരിച്ചത്. അതേ ബദൂനിലേക്ക്, അവിടെ ആസിയിലേക്ക് പോകുവാൻ തയ്യാറെടുത്ത പൗലോസിനോട് പരിശുദ്ധാത്മാവ് വിലക്കി, നീ ആസിയയിലേക്ക്, ഏഷ്യയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏഷ്യയിലോ ഇന്ത്യയിലോ ഒരുപക്ഷെ പൗലോസ് വന്നേനെ. പക്ഷേ പിന്നെ മൂസയിലേക്ക് പോയില്ല. പക്ഷേ മറ്റൊരു സ്ഥലത്തേക്കാണ് പിന്നീട് മക്കദോനിയയിലേക്ക് അപ്പോസ്തലനായ പൗലോസ് കടന്നു പോകുന്ന. അവിടെയാണ് യൂറോപ്പിലേക്കുള്ള കവാടം ആദ്യം ദൈവം തുറക്കുന്നത്. അവിടെയാണ് യൂറോപ്പിന്റെ സ്തോത്രം ദൈവിക സുവിശേഷ വേലയുടെ തുടക്കം. കേവലം ഒരു സ്ത്രീയുടെ ഭവനത്തിൽ തുടങ്ങിയത് ഇന്ന് പടർന്ന് പന്തലിച്ച് ദൈവസഭ വളരുവാൻ തക്കവണ്ണം അനേക മിഷണറിമാരെ അവിടുന്ന് ദൈവം ലോകമെമ്പാടും അയക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയതിന്റെ കാരണം ഒരു ദൈവിക നടത്തിപ്പിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ദൈവിക നടത്തിപ്പിന് വേണ്ടി നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവ് യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവാണ് നടത്തിയത്. സ്തോത്രം. ഇന്ന് ദൈവസഭയെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ദൈവസഭയുടെ അധ്യക്ഷൻ. ആമേൻ. യേശുക്രിസ്തു മഹായിടയനായി ദൈവസഭയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആണ് അധ്യക്ഷൻ. അതായത് സെൻട്രൽ പാസ്റ്ററും ലോക്കൽ പാസ്റ്ററും അല്ല ഇന്ന് ദൈവസഭയെ നയിക്കേണ്ടത്. ഇന്ന് ദൈവസഭയെ നയിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പോ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ മക്കളെന്ന പദവിയിൽ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിലല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതു സമയത്തും പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിന് വേണ്ടി ഇന്ന് നമ്മൾ തയ്യാറാണോ? യെസ്, നമ്മൾ എത്തേണ്ട ദിശയിൽ ദൈവം നമ്മളെ എത്തിച്ചിരിക്കും. എപ്പോൾ മേഘസ്തംഭം നീങ്ങുവാൻ തുടങ്ങിയോ, when the pillar of cloud started moving, അപ്പോഴാണ് ജനം കുറ്റി വരുന്നത്.
കൂടാരത്തിന്റെ കുറ്റികളെ പറിച്ചിട്ട് അവർ നീങ്ങുവാൻ തുടങ്ങുന്നത് മേഘസ്തംഭം നീങ്ങുവാൻ തുടങ്ങുമ്പോഴാണ്. That shows the Holy Spirit of God. ഈ ജീവിതം ഈ ആത്മീയ ജീവിത പ്രയാണത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ ഒരുപക്ഷെ മാറ്റമൊന്നും സംഭവിച്ചില്ലായിരിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നീങ്ങാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ചില നീക്കങ്ങൾ ദൈവത്തിന് ആത്മാവ് ഈ ദിവസങ്ങൾ ചില ജീവിതങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. യു മൈറ്റ് ബി സ്റ്റേഷനറി, നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണോ? സ്തോത്രം, ഒന്നും നടക്കുന്നില്ല എന്നെങ്കിൽ ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് പെട്ടെന്നായിരിക്കാം മേഘസ്തംഭം നീങ്ങുവാൻ തുടങ്ങുന്നത്. അപ്പോൾ അവർ പ്രയാണം ചെയ്യാൻ തുടങ്ങും. അവർ അങ്ങനെ ആ മേഘസ്തംഭത്തിന്റെ കീഴിൽ അതിന്റെ പിന്നാലെ നടന്ന ജനമാണ് വാഗ്ദത്തം കണ്ടത്. സ്തോത്രം, ഇന്ന് പരിശുദ്ധാത്മാവിനെ നടത്തിപ്പുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ജയകരമായി ദൈവത്തിന് നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവർ ഇല്ല, ഞങ്ങൾക്ക് വെള്ളത്തിലുള്ള സ്നാനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവരുടെ മേൽ കരം വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവസ്ഥ മാറി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറവരുമ്പോൾ വാ തുറന്ന് ഒരു പുതിയ ഭാഷ ദൈവം നിങ്ങൾ നാവിൽ തരും. അന്യഭാഷകൾ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. പലതരം അന്യഭാഷകളുണ്ട്. അപ്പോൾ കൃപാവരങ്ങൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഫലങ്ങൾ പുറപ്പെടുവാൻ തുടങ്ങും. സ്നേഹം, 9 ഫലങ്ങൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നിരിക്കുന്നത് ദൈവിക നടത്തിപ്പിന് വേണ്ടിയാണ്. നമ്മളുടെ ജീവിതത്തിൽ, സ്തോത്രം, ദൈവിക നടത്തിപ്പ് എല്ലാ ദിവസവും കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവിക നടത്തിപ്പിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ഡിപ്രഷൻ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. പക്ഷെ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് the Holy Spirit is a gentleman. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. Amen. When the Shekinah glory of the Lord started moving, the mighty presence of ആ pillar of cloud മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ നീങ്ങാൻ തുടങ്ങി. നീങ്ങിയില്ലെങ്കിൽ പലപ്പോഴും അവർ വഴിയിൽ അവര് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. പക്ഷേ ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സെൻസിറ്റിവിറ്റി, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ എന്നും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് എഫീഷ്യർ ലേഖനം 4:30 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രണം ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഗ്യാരണ്ടി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ്സ് എ ഗ്യാരണ്ടി. അതുകൊണ്ട് അതിന് ഏറ്റവും വില കൊടുക്കാൻ നമുക്ക് തയ്യാറാകാം. അതേപോലെ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് പാപം ചെയ്ത് വീണു പോകുമ്പോൾ അവിടെ ഒരു ശൂന്യമായ അവസ്ഥയിലേക്ക് വന്നു. പരിതാപകരമായ ഒരു അവസ്ഥയായി ആത്മീയ ജീവിതം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പാഴായിരിക്കുന്ന അനുഭവത്തിലേക്ക് അവിടെ വരികയാണ്. എന്നാൽ ദാവീദ് വിളിച്ചു കരയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുത്. രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്നും എടുത്തു മാറ്റരുത്. സ്തോത്രം. അപ്പോൾ എന്റെ രാജസ്ഥാനം മാറ്റരുത് എന്നല്ല അവിടെ ദാവീദ് പറഞ്ഞു എന്റെ ഉള്ളിൽ നിന്നും ഏറ്റവും വിലയേറിയതായി ദാവീദ് തന്റെ ജീവിതത്തിൽ കണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആ കൃപയായിരുന്നു. ഇന്ന് അതിന് വില കൊടുക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മേൽ. കാതറിൻ കൊള്ളുമാൻ എന്ന് പറഞ്ഞ ആ ശക്തമായ ദൈവകാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു അഭിഷേകത ഉണ്ടായിരുന്നു. അവര് പല രീതിയിൽ അതിനെ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും അവർ പലപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം പലപ്പോഴും അവിടെ ശുശ്രൂഷകൾ വെളിപ്പെടുമ്പോൾ ചിലപ്പോൾ ആ സാന്നിധ്യം മാറിപ്പോകുമ്പോൾ അവരെ വീണ് കരയാറുണ്ടായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡു നോട്ട് ടേക്ക് ഹോളി സ്പിരിറ്റ്, നെവർ ലീവ് മീ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവേ എന്ന് മാറിപ്പോ. അതിനാ കൊടുക്കേണ്ടുന്ന പ്രാധാന്യം ഏറ്റവും വിലയേറിയതായി നിങ്ങൾ കാണുവാൻ തയ്യാറാണോ? ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. സ്തോത്രം. അപ്പോൾ
നമ്മുടെ ചിന്തകൾ നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാണോ? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. യെസ്, അല്ല, ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാണോ? യെസ്, ജഡികമായ ചിന്തകൾ, നമുക്ക് ദൈവഹിതമല്ലാത്ത ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ആമേൻ, ഒരുപക്ഷെ സ്തോത്രം, ഒരുപക്ഷെ പാപകരമായ ചിന്തകൾ കടന്നു വരുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അതിനെ വേരോടെ ഒന്ന് അതിനെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതിനെ നമ്മൾ താലോലിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ തലയിൽ ഒരു പക്ഷികൾ മുകളിലൂടെ പറന്നു പോകും. പക്ഷെ തലയ്ക്കുള്ളിൽ നമ്മുടെ തലയെ പക്ഷിയുടെ ഒരു നെസ്റ്റാക്കി മാറ്റിയാൽ മാത്രമേ പക്ഷിക്ക് അതിനകത്ത് മുട്ടയിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ ഹൃദയത്തിലൂടെ കടന്നു പോകും. പക്ഷേ പരിശുദ്ധാത്മാവുള്ളിൽ വസിക്കുന്നവറിയാം ദൈവിക ചിന്തയാണോ അല്ലോ എന്നുള്ളത്. അപ്പോൾ തന്നെ അതിനെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറാണോ? ബ്രിങ് എവറി തോട്ട് ക്യാപ്റ്റീവ് ടു ദി ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. അതിനെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, അതിനെ തള്ളിക്കളയാൻ തയ്യാറാകുമ്പോൾ, യെസ്, ഹല്ലേലൂയ, അവിടെ പലപ്പോഴും നമ്മുടെ സമാധാനം അവിടെ സൂക്ഷിക്കപ്പെടുവാനിടയാകും. സ്തോത്രം. ഈ ദിവസങ്ങളിലും ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുക. കഥാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിനായിട്ട് കഥാവേ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലും മുമ്പിൽ നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനെ ഈ ദിവസങ്ങൾ ധരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വഷളായി പോകുന്ന ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുകൂലമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവുള്ളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിന്റെ നമ്മളെ റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, നമ്മൾ റിന്യൂവൽ സംഭവിക്കാൻ തുടങ്ങും. നമ്മളൊരു പുതിയ മനുഷ്യൻ, യെസ്, ഹല്ലേലൂയ, ആമേൻ, പുതുക്കം പ്രാപിക്കാൻ തുടങ്ങുന്നു. നമ്മളെ പഴയ മനുഷ്യൻ മരിക്കാൻ തുടങ്ങുന്നു വേഗത്തിൽ. ചുരുക്കത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടാൻ ആഗ്രഹിക്കുമ്പോൾ ആമേൻ, ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ജഡം അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ ശാരീരികമായി അവർ ദ്രവത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവമക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, അവര് ദ്രവത്വത്തിലേക്ക് പോകുകയില്ല, അവരുടെ ഉള്ള പുതുക്കപ്പെടുക. ഓരോ ദിവസവും യു ആർ ബീങ് റിന്യൂഡ്. റിന്യൂ യുവർ മൈൻഡ്. യെസ്, അല്ലെ, ദൈവവചനത്താൽ റിന്യൂ ചെയ്യപ്പെട്ട മനസ്സായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട്സ് ഈ ദിവസങ്ങളിൽ കഥാവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെയാകട്ടെ. ഈ ദിവസങ്ങളിലും ദൈവത്തിന്റെ റേമയായിരിക്കുന്ന വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ പരിവർത്തനം നടക്കുവാൻ തുടങ്ങും. വാക്കുകൾക്ക് വ്യത്യാസം വരാൻ. ഫിഷർ കെയിലെ 4-ാം അധ്യായത്തിൽ നിങ്ങളുടെ വാക്കുകൾ പലയിടങ്ങളിലായിട്ട് നമ്മുടെ സംസാരങ്ങൾക്ക് മാറ്റം വരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം, ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. അവിടെ റേമയായിരിക്കുന്ന നമ്മളൊരു പക്ഷേ കർത്താവിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്. നമ്മൾ രൂപാന്തരം കർത്താവ് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ആത്മീയ മനുഷ്യനെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മീയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്, യേശുവിൻ്റെ ഛായയിലേക്ക് മാറ്റപ്പെടുത്തുവാൻ ഇടയാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ മറ്റൊരു കാര്യം സംഭവിക്കും. ട്രാൻസ്ഫോർമേഷൻ മേ ടേക്ക് ഇയേഴ്സ്, ബട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, in the twinkle of an eye you all will be changed. വേറെ ട്രാൻസ്ഫോർമേഷൻ നടക്കും. അത് ട്വിങ്ക്ലിംഗ് ഓഫ് an eye ആണ്. അത് ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിലാണ്. അന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവരുണ്ടെങ്കിൽ, കർത്താവിന്റെ ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർ അവരാണ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളം സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ ആകാശത്തിൽ എടുക്കപ്പെടും. പക്ഷേ അവിടെ സംഭവിക്കുന്ന കാര്യമുണ്ട്. റേമയായിരിക്കുന്ന ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നിങ്ങളുടെ നമ്മൾ പെട്ടെന്ന് കണ്ണിമിക്കുന്ന മാത്രയിൽ നമുക്കൊരു രൂപാന്തരം വരും. കാഹളം ധ്വനിക്കും, എന്നെ ഉയർക്കുകയും നാം രൂപാക്ഷര ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ മർത്യമായി ഈ രൂപാന്തരപ്പെടുക. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യതയും
ധരിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പെട്ടെന്ന് കണ്ണമയ്ക്കുന്ന മാത്രയിൽ ദൈവമക്കൾക്കൊരു മാറ്റം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൻ്റെ മേലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലും കർത്താവിൻ്റെ വരവേറ്റം ആസന്നമായിരിക്കുന്ന ആളുകളിൽ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമിയും ദൈവം ഈ ദിവസങ്ങളിൽ അവൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുവെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്. സ്വന്തം പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ സ്വർഗ സിയോൻ ആമേൻ, അതെ, സ്വർഗീയ യെരൂശലേം ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ആമേൻ ഒരു കാര്യം ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി പുതിയതൊന്ന് കർത്താവ് ഒരു പുതിയ ആമേൻ സ്തോത്രം സ്ഥലം ഒരുക്കി ഞാൻ വീണ്ടും മടങ്ങി വരാമെന്ന് യേശു പറയുമ്പോൾ ആ കർത്താവിൻ്റെ സൃഷ്ടിപ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു മടങ്ങി വരാൻ സമയമായി. നമുക്ക് ഈ ദിവസം ഒരുങ്ങാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ആമേൻ.